Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 77.97 ആണ് ഇത്തവണത്തെ വിജയശതമാനം. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിജയശതമാനം കൂടുതൽ ഇടുക്കി ജില്ലയിലും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ്. സംസ്ഥാനത്തെ +2 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 77.97 ആണ് ഇത്തവണത്തെ വിജയശതമാനം. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലം പ്രഖ്യാപിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1990 സ്കൂളുകളിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. ഇതിൽ 2,90,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 68.41% ആൺകുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 86.89% പെൺകുട്ടികളും പരീക്ഷ എഴുതി. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത് 30,561 കുട്ടികളാണ്. കഴിഞ്ഞ വർഷം ഇത് 30,145 കുട്ടികളായിരുന്നു. ഇടുക്കി ജില്ലയിലാണ് വിജയശതമാനം കൂടുതൽ. വിജയശതമാനം കുറഞ്ഞ ജില്ല കാസർഗോഡാണ്. 100% വിജയം നേടിയ 76 സ്കൂളുകളുണ്ട്. അതിൽ 9 സർക്കാർ സ്കൂളുകളും 24 എയ്ഡഡ് സ്കൂളുകളും 30 അൺഎയ്ഡഡ് സ്കൂളുകളും 13 സ്പെഷ്യൽ സ്കൂളുകളും ഉൾപ്പെടുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണിത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാനത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൊൻതിളക്കം. 96% കുട്ടികൾ വിജയിച്ചപ്പോൾ 3 പേർ മുഴുവൻ മാർക്കും നേടിയത് അഭിമാനമായി. ഹയർ സെക്കൻഡറി റിസൾട്ട് എത്തിയപ്പോൾ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൊൻതിളക്കം. 96% കുട്ടികൾ വിജയിച്ചപ്പോൾ 3 പേർ മുഴുവൻ മാർക്കും നേടിയത് അഭിമാനമായി. ദേവദർശി P, അഭിനന്ദ് T, അമ്മയ സുരേഷ് P എന്നിവരാണ് മുഴുവൻ മാർക്കും നേടി വിജയിച്ചത്. ഇതിൽ തന്നെ അമ്മയ സുരേഷ് ഹ്യൂമാനിറ്റീസിലാണ് വിജയം കൊയ്തതെന്നത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഇത് അപൂർവമാണ്. 1 മാർക്ക് കുറവിലാണ് അധീന MS-ന് മുഴുവൻ മാർക്കും എന്ന നേട്ടം നഷ്ടമായത്. വിജയികൾക്ക് സ്കൂളിൽ വെച്ച് അധ്യാപകരും PTA പ്രസിഡന്റും ചേർന്ന് മധുരം നൽകി അനുമോദിച്ചു. പ്രിൻസിപ്പൽ M രഞ്ജിത്ത് കുട്ടികൾക്ക് വിജയാശംസകൾ നേർന്ന് സംസാരിച്ചു. ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ 3 കുട്ടികൾക്ക് 1200 മാർക്ക് ലഭിച്ച് പയ്യന്നൂരിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള സ്കൂളിൽ വെച്ച് മികച്ച വിജയം നേടിയിരിക്കുകയാണ്. അതുപോലെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഹ്യൂമാനിറ്റീസിൽ അമയ സുരേഷ് എന്ന് പറയുന്ന കുട്ടിക്ക് 1200 കിട്ടിയത് വളരെ എടുത്തു പറയത്തക്ക, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമായിട്ട് ഇതിനെ കാണേണ്ടതാണ്. അതുപോലെ ദേവദർശും അഭിനന്ദും സയൻസിൽ ആണ് അവർക്ക് 1200 കിട്ടിയത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം സംസ്ഥാനത്ത് 60 പേർക്ക് മാത്രമാണ് 1200 കിട്ടിയത്. അതിൽ 10 ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അതിൽ 2 പേരും നമ്മുടെ സ്കൂളിലാണെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിജയമാണ്. വിജയികളും സന്തോഷം പങ്കുവച്ചു. വിദ്യാലയത്തിലെ ഈ വിജയഗാഥ നാട്ടുകാർക്കും അഭിമാനമായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും ഫുൾ മാർക്ക് നേടി കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മേഘ PV. കണ്ടങ്ങാളിയിലെ അഡ്വക്കേറ്റ് PV ഷാജിയുടെയും നീന TCയുടെയും മകളാണ് ഈ മിടുക്കി. ഇന്ന് പ്രഖ്യാപിച്ച ഹയർ സെക്കൻഡറി റിസൾട്ടിൽ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മേഘ PVക്കാണ് 1200 വാങ്ങിച്ച് മിടുക്കിയായിരിക്കുകയാണ് മേഘ. എങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? വളരെ സന്തോഷം. ശരിക്കും +1 520 കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ +2 ഇങ്ങനെ 1200 കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും വളരെ സന്തോഷത്തിലാണ്. എങ്ങനെയാണ് പഠനരീതി? പഠനരീതി സ്കൂളിലെ ടീച്ചേഴ്സും പിന്നെ സ്വന്തമായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ട്യൂഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയുണ്ടോ? ഇല്ല, ഒന്നിലും ഇല്ല, ട്യൂഷനൊന്നും പോയില്ല. അപ്പോൾ രാവിലെ എണീച്ചിട്ടാണോ പഠിക്കുന്നത്? എങ്ങനെയാണ് പഠന സമയം? ഏതാണ്? രാത്രിയാണ് എനിക്ക് കുറച്ചും കൂടി സുഖം. അതുകൊണ്ട് രാത്രി 1 മണി, അത് എത്രയാണോ അതേപോലെയാണ്. അപ്പോൾ സ്കൂളിൽ നിന്നും അതുപോലെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ്?
വീട്ടിൽ അമ്മയും അച്ഛനും നല്ല സപ്പോർട്ടാണ്, ഏട്ടനും നല്ല സപ്പോർട്ടാണ്. സ്കൂളിൽ ഇപ്പോൾ ടീച്ചേഴ്സ് തന്നെയാണ് എൻ്റെ എല്ലാം. അപ്പോൾ അവരുടെ ഒരു ഇത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് വാങ്ങിയാണ് മേഘ ഇപ്പം 1200 നേടിയത്. അപ്പോൾ ഏത് വിഷയമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് മാത്സ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. അതേപോലെ തന്നെ ബയോളജി സബ്ജക്ട്സിനോടും വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി എന്താണ് തുടർ വിദ്യാഭ്യാസം, എങ്ങനെ ഏത് രീതിയിലാണ്? ഇനി MBBS എടുത്ത് ഇതാക്കാനാണ് ഇപ്പോൾ ഉള്ളത്. AFMC ആംഡ് ഫോഴ്സിലേക്ക് അങ്ങനെ പോകാനാണ് ഇപ്പം റീനീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അച്ഛനാണ് കൂടെ ഇപ്പോൾ മേഘയ്ക്കൊരു സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളത്. അപ്പോൾ അച്ഛൻ എന്താണ് പറയാനുള്ളത് മേഘയുടെ ഈ ഒരു വിജയത്തിൽ? അത് വീട്ടിൽ എപ്പോഴും നമ്മൾ മേഘയ്ക്ക് കൊടുക്കുന്നൊരു മോട്ടിവേഷൻ ഉണ്ട്. അതായത് മേഘയുടെ അമ്മ നീന TC, എൻ്റെ വൈഫ്, തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലത്തെ ടീച്ചറാണ്. അപ്പോൾ അവൾക്കുള്ള റെക്കോർഡുണ്ട്. 97-ൽ 554 മാർക്ക് 600-ൽ SSLCക്ക് വാങ്ങിയത്. അതിപ്പോഴും ഈ സ്കൂളിൻ്റെ ചുമരുകളിൽ എഴുതിയിട്ടുണ്ട്. അത് ഇതുവരെ ആരും താർത്തിട്ടില്ല. അപ്പോൾ മേഘയുടെ നിരന്തരം സ്കൂളിൽ നിന്ന് പറയില്ല അമ്മയും മകളും തമ്മിലൊരു കോമ്പറ്റീഷൻ, അത് താർക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്പിരിറ്റും പിന്നെ സ്കൂളിലെ മധുമാഷ് ഉൾപ്പെടെയുള്ള മാഷ്മാരുടെ ഒരു സപ്പോർട്ട്, ഏത് കാര്യത്തിന് എപ്പോഴായാലും ഉള്ള ആ ഒരു സപ്പോർട്ട്, അതുകൊണ്ട് ട്യൂഷൻ ഇല്ലാതെ തന്നെ സ്കൂളിലെ അധ്യാപകരുടെ ആ സപ്പോർട്ട് കൊണ്ട് അവർക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മേഘ ഇപ്പോൾ തകർത്തത് അമ്മയുടെ റെക്കോർഡ് കൂടിയാണല്ലേ? അമ്മ എപ്പോഴും പറയാറുണ്ട്, അമ്മ പഠിക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി ടോപ്പറായിരുന്നു. അപ്പം അത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു മോട്ടിവേഷൻ തന്നെയാണല്ലോ. അപ്പോൾ ആ സപ്പോർട്ടും എല്ലാം കൂടെ കൂട്ടിയിട്ട് തന്നെയാണ് എനിക്കിത് നേടാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ റെക്കോർഡ് തകർത്ത സന്തോഷം അമ്മ എങ്ങനെയാണ് പറയുന്നത്? അമ്മയും വളരെ സന്തോഷത്തിലാണ്. ഇപ്പം ഇവിടെ നാട്ടിലില്ല, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പം നിന്നേനെ. കുട്ടിയുടെ നല്ല രീതിയിലുള്ള ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വേറെ ട്യൂഷനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ പോയിട്ടില്ല. സ്കൂളിനോട് അടുത്തുള്ള വീട്ടിലാണ് കുട്ടി താമസം. നല്ല ചിട്ടയായിട്ടുള്ള പഠനം, എല്ലാ വിഷയത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠനം, ആഴത്തിലുള്ള പഠനം, ഇതാണ് കുട്ടിയെ ഈ ഒരു തലത്തിലേക്ക് ഉയർത്തിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻ വ്യാജ ബയോ ക്യാരി ബാഗ് ശേഖരം പിടികൂടി. പയ്യന്നൂർ കൊക്കാനിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഷെണായി ഏജൻസീസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഏകദേശം 1 ക്വിൻ്റലോളം വ്യാജ ബാഗുകൾ പിടിച്ചെടുത്തത്. സ്ഥാപനത്തിന് 25,000 രൂപ പിഴ ചുമത്തി. ഇക്കോ ടെക് എന്ന ബ്രാൻഡിന്റെ പേരിലാണ് വിപണിയിൽ വ്യാജ ഉൽപ്പന്നം വിറ്റഴിച്ചിരുന്നത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റുള്ള യഥാർത്ഥ ഇക്കോടെക് ബ്രാൻഡിന്റെ QR കോഡ് ദുരുപയോഗം ചെയ്താണ് ഈ വ്യാജ ബാഗുകൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. സംശയം തോന്നിയ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വെച്ച് തന്നെ ഡൈക്ലോറോമീഥേൻ പരിശോധന നടത്തുകയും ഇവ വ്യാജ ബയോ ബാഗുകളാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. മുൻപും ഇതേ നിയമലംഘനം നടത്തിയ സ്ഥാപനമായതിനാലാണ് ഇത്തവണ 25,000 രൂപ എന്ന കനത്ത തുക പിഴയായി ഈടാക്കിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, ദിബിൽ CK, പയ്യന്നൂർ നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് ലാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇരുട്ടിൽ കാൽനടയാത്രക്കാരനെ വാഹനമിടിച്ച് കടന്നുകളഞ്ഞ പ്രതിയെ 17 ദിവസങ്ങൾ കൊണ്ട് പൂട്ടി പയ്യന്നൂർ പോലീസ്. സിനിമയെ വെല്ലുന്ന രീതിയിൽ പോലീസ് നടത്തിയ കൃത്യമായ നീക്കങ്ങൾ സോഷ്യൽ മീഡിയയിലും നാട്ടുകാർക്കിടയിലും വൻ ജനശ്രദ്ധയാണ് നേടുന്നത്. മെയ് 3 രാത്രി 9 മണി. ചുറ്റുമാകെ കൂരിരുട്ടു മാത്രം. ഒരു കാൽനടയാത്രക്കാരൻ കരിവള്ളൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് കൂടെ നടന്നു പോകുന്നു. പെട്ടെന്നൊരു ശബ്ദം. ഒരു വാഹനം സുധീഷ് എന്ന ആ കാൽനടയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. വാഹനം നിർത്താതെ അതിവേഗം കടന്ന് മുന്നോട്ടു പോകുന്നു. അപകടം നടന്ന സ്ഥലത്ത് ദേശീയപാതയിൽ വെട്ടമില്ല, CCTV ക്യാമറയില്ല. പോലീസ് അന്വേഷണം ദുർഘടം. വാഹനം കണ്ടെത്താൻ വലിയ പ്രയാസമുള്ള ഒരു കേസ്. പക്ഷേ അപകടം നടന്ന് 17-ാം നാൾ കേസ് തെളിയുന്നു. പ്രതിയെ പോലീസ് പിടികൂടുന്നു. അതെ, കണ്ണൂർ സ്ക്വാഡ് സിനിമയെ വെല്ലുന്ന കഥ. ഇത് പയ്യന്നൂർ സ്ക്വാഡിന്റെ കഥ. 2026 രാത്രിയിലാണ് ഈ അപകടം നടക്കുന്നത്. ഹൈവേയിലുള്ള കരിവള്ളൂർ നടുവപ്പുറം റോഡിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. റോഡ് ക്രോസ് ചെയ്യുന്ന ആളെ ഏതോ ഒരു വാഹനം തട്ടി അയാൾ മരണപ്പെടുകയാണ് ചെയ്തത്. ഈ വാഹനത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അടച്ചിട്ട ഒരു വാഹനം എന്നാണ്
ഇത് ഈ അപകടം കണ്ട ഒരാൾ പോലീസിനോട് പറഞ്ഞു. ഉടൻ തന്നെ ഈ സംഭവത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം ആരംഭിച്ചു. അന്ന് രാത്രി തന്നെ ഈ പോയിരിക്കുന്ന വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചു. 30ഓളം വാഹനങ്ങൾ നമ്മൾ പരിശോധിച്ചു അന്ന് തന്നെ. ഉടൻ തന്നെ SIയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു. ശക്തമായ അന്വേഷണം, ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിൽ ഏകദേശം 100-ൽ കൂടുതൽ CCTV ക്യാമറകൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഹൈവേ ജോലി, അതായത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഹൈവേയിൽ എവിടെയും തന്നെ ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. വാഹനം മംഗലാപുരം ഭാഗത്തു നിന്ന് കണ്ണൂർ ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു റെഡ്, അതുപോലെ തന്നെ വൈറ്റ്, ബ്ലാക്ക് 3 കളറിൽ ഉള്ളൊരു വാഹനത്തെയാണ് നമ്മൾ ഏകദേശം ഈ തട്ടിയ വാഹനമായിട്ട് നമ്മൾ കണക്കാക്കി പരിശോധനയിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ വരെ ഉള്ള CCTV ക്യാമറകൾ ഈ സ്ക്വാഡ് പരിശോധിച്ചു, അന്വേഷണം നടത്തി. അതിനകത്ത് വെച്ച് ഏകദേശം കണ്ണൂർ വെച്ച് പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്തൊരു സാഹചര്യം. അപ്പോൾ പോലീസ് വീണ്ടും ഈ കാസർഗോഡ് ഭാഗത്തേക്ക് തിരിച്ചന്വേഷണം നടത്താൻ പറയും. അങ്ങനെ അന്വേഷണം നടത്തി നമ്മൾ തലപ്പാടിയിൽ നമ്മുടെ ടോൾ ബൂത്തിലെ ക്യാമറയിൽ നിന്ന് ഏകദേശം ഈ വാഹനത്തെക്കുറിച്ച് ഇതിൻ്റെ കൂടെ ഓടിയിരുന്ന മറ്റൊരു ലോറി ഡ്രൈവർ നമുക്കൊരു സൂചന നൽകിയിരുന്നു. പച്ച പെയിൻ്റ് അടിച്ചൊരു വണ്ടി എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ഈ പച്ച പെയിൻ്റ് അടിച്ച മഹീന്ദ്ര പിക്കപ്പ് വാഹനം നമുക്ക് ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്തു തന്നു, പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തു. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കങ്കനാടിയിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഈ വാഹനം വർക്ക്ഷോപ്പിൽ പണിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ മനുഷ്യനെ തട്ടി ആ വാഹനത്തിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വർക്ക്ഷോപ്പിൽ വെച്ച് നമ്മൾ ആ വാഹനം കണ്ടെത്തി അതിന് ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ വാഹനമാണ് ഇയാളെ തട്ടിച്ച് നിർത്താതെ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അന്വേഷണ സംഘത്തിൽ SI അനീഷ്, അതുപോലെ തന്നെ രതീഷ് കുന്നോല് SI, അതുപോലെ അബ്ദുൽ ജബ്ബാർ, അബി സിനാൻ, പ്രമോദ് SCPO, ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. കൂടാതെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നമ്മുടെ മനോജ് എന്ന പേരുള്ള ഒരു SI കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല നിലയിൽ നമ്മളോട് ഇതിനകത്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇത് താണ്ട പോലീസ്. ഇതിനു മുൻപും വാഹനമിടിച്ചിട്ട് നിർത്താതെ പോയ 20ഓളം വാഹനങ്ങൾ കണ്ടുപിടിച്ച ഈ ഒരു ടീമിന് എ ബിഗ് സല്യൂട്ട്. മാട്ടൂൽ സെന്റർ കേരള ഗ്രാമീണ ബാങ്ക് ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് 12,68,000 രൂപ തട്ടിച്ചതായി ബാങ്ക് മാനേജരുടെ പരാതി. പഴയങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാട്ടൂൽ സെന്റർ കേരള ഗ്രാമീൺ ബാങ്ക് ശാഖയിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ച് 12,68,000 രൂപ തട്ടിച്ചതായി ബാങ്ക് മാനേജരുടെ പരാതി. മാട്ടൂൽ മടക്കര സ്വദേശി കുപ്രയിൽ ജാഫർ സാദിഖ് എന്ന യുവാവാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പഴയങ്ങാടി പോലീസിൽ ബാങ്ക് മാനേജർ സിൻസാബി നമ്പ്യാർ നൽകിയ പരാതിയിൽ പറയുന്നു. മാർച്ച് മാസത്തിനും മെയ് മാസത്തിനും ഇടയിൽ 4 തവണകളായി 16 സ്വർണം പൂശിയ വളകൾ നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. പഴയങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പാതി വഴിയിൽ നിലച്ച് ചൂട്ടാട് അഡ്വഞ്ചർ പാർക്ക് നിർമ്മാണം. സാഹസിക വിനോദത്തിന് പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ കാരണമാണ് എങ്ങുമെത്താതെ പോയത്. അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെയും അനാസ്ഥയുടെയും ഉദാഹരണമാണ് മാടായി ഗ്രാമപഞ്ചായത്തിലെ ചൂട്ടാട് ബീച്ചിന് സമീപത്തായി നിർമ്മിക്കുന്ന അഡ്വഞ്ചർ പാർക്കിന്റെ ഭാഗമായുള്ള പാലവും അനുബന്ധ പ്രവൃത്തിയും. ഇത് പാതി വഴിയിൽ നിലച്ചിട്ട് കാലങ്ങളേറെയായി. ഇവിടെ പാലം നിർമ്മിക്കുന്നതിനായി പ്രാഥമിക പ്രവർത്തനം നടത്തിയിരുന്നെങ്കിലും മറ്റു പ്രവൃത്തികൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. വെള്ളത്തിൽ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചുവെങ്കിലും പിന്നീട് യാതൊരു പ്രവൃത്തിയും നടന്നില്ല. ഇത് ഉപേക്ഷിച്ച മട്ടാണ്. എന്നാൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് മാറ്റാനും അധികൃതർ തയ്യാറായിട്ടില്ല. നിരവധി തവണ ഇതിനായി ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു. 2 കോടിയോളം രൂപ ചെലവിൽ മനോഹരമായ പാലവും പാർക്കുമാണ് വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ ഇത് പൂർണ്ണതയിലെത്തിക്കാൻ അധികൃതർക്ക് സാധിച്ചില്ല. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ ചൂട്ടാട് ബീച്ചിനോട് ചേർന്ന് സ്ഥാപിക്കുന്ന അഡ്വഞ്ചർ പാർക്ക് യാഥാർത്ഥ്യമാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് ചൂട്ടാട് പ്രദേശം. ഇവിടുത്തെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പാലം നിർമ്മാണത്തിൻ്റെ പ്രവൃത്തി പാതി വഴി നിലച്ച അവസ്ഥയിലാണ്. ഇത് പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി സ്കൂൾ വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന ഫിറ്റ്നസ് പരിശോധന. നിയമലംഘനങ്ങളോ സുരക്ഷാ വീഴ്ചകളോ കണ്ടെത്തിയാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുമെന്നും പിഴ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി സ്കൂൾ ബസ്സുകൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന ഫിറ്റ്നസ് പരിശോധന.
മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബസിന്റെ ബ്രേക്ക് സംവിധാനം, ടയർ, സ്റ്റിയറിംഗ്, ലൈറ്റുകൾ, ഹോൺ, എമർജൻസി ഡോർ എന്നിവ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത്. ബസ്സിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ, സ്പീഡ് ഗവർണർ, CCTV ക്യാമറ, GPS സംവിധാനം എന്നിവ പ്രവർത്തനക്ഷമമാണോ എന്നും പരിശോധിക്കും. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി കയറാനും ഇറങ്ങാനും സഹായിക്കുന്ന ഡോർ സംവിധാനങ്ങൾ, സീറ്റുകളുടെ സുരക്ഷ, ജനൽ ഗ്രില്ലുകൾ തുടങ്ങിയവയും പരിശോധനയിൽ ഉൾപ്പെടും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അത് പത്രത്തിലും മറ്റൊക്കെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷം ഇങ്ങനെ ചെക്ക്ഡ് സ്ലിപ്പില്ലാതെ ഓടുന്ന വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാ വാഹനങ്ങളും പൂർണ്ണമായിട്ടും ഇവിടെ RTO ഗ്രൗണ്ടിൽ വന്നിട്ട് പരിശോധിക്കേണ്ടതാണ്. അതിനുള്ള നിർദ്ദേശം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന ക്ലാസ് നമ്മൾ വരുന്ന ശനിയാഴ്ച നമ്മൾ RTO ഓഫീസിൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലും മുഴുവൻ ആൾക്കാരെയും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സ്കൂൾ ബസ്സിൽ കയറ്റാവുന്ന കുട്ടികളുടെ എണ്ണം ഉണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ സാധാരണ സ്കൂൾ തുറന്ന് ഉടനടി കേൾക്കുന്ന വാർത്തകൾ ഓവർലോഡായിട്ട് കുട്ടികളെ കയറ്റുന്ന വാഹനങ്ങൾ മറിയുന്നു, അതുപോലുള്ള വാർത്തകളാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പറ്റുക? അതിൽ നമ്മൾ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ചെറിയ കുട്ടികളായിട്ട് കണക്കാക്കിയിട്ട് 2 പേരെയും കയറ്റാവുന്ന രീതിയിലും അതിന് RCയിൽ പറഞ്ഞിട്ടുള്ള കപ്പാസിറ്റി 12ൽ കൂടുതലുള്ളതാണെങ്കിൽ അതിലെത്രയാണോ അത്രയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ മേലെ വരുന്നത് നമ്മൾ അമിതഭാരമായിട്ട് കണക്കാക്കിയിട്ട് പിഴയീടാക്കുന്നതായിരിക്കും. അതുപോലെ എല്ലാ ബസ്സുകളും, അത് സ്കൂൾ ബസ്സുകൾ മാത്രമല്ല, സ്കൂൾ ട്രിപ്പുമായിട്ട് ഓടുന്ന ഓട്ടോറിക്ഷ അടക്കം എല്ലാ വാഹനങ്ങളിലും ആ ഒരു നിയമപ്രകാരമാണ് നമ്മൾ പരിശോധന നടത്തുന്നത്. സ്കൂൾ ബസ്സുകളുടെ രേഖകളായ ഇൻഷുറൻസ്, പെർമിറ്റ്, ടാക്സ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയും പരിശോധിക്കും. നിയമലംഘനങ്ങളോ സുരക്ഷാ വീഴ്ചകളോ കണ്ടെത്തിയാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുമെന്നും പിഴയടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കവിമനസ്സുകളെയും പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ മയക്കുന്ന ശ്യാമവർണ്ണ പൂക്കളുടെ വസന്തവുമായി പയ്യന്നൂർ ഏച്ചിലാം വയൽക്കുന്ന്. പാട്ടുകളിലും പുരാണങ്ങളിലും സൗന്ദര്യവർണ്ണനയായി നിറഞ്ഞു നിൽക്കുന്ന കായാമ്പൂക്കൾ കൂട്ടത്തോടെ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണിപ്പോൾ ഏച്ചിലാം വയൽക്കുന്നുകളെ മനോഹരമാക്കുന്നത്. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ശ്യാമവർണ്ണ ചാർത്തണിഞ്ഞിരിക്കുകയാണ് ഏച്ചിലാം വയൽക്കുന്ന്. പാട്ടുകളിലൂടെ മാത്രം കേട്ടറിഞ്ഞ കായാമ്പു വസന്തം കാണാൻ സഞ്ചാരികളുടെയും നാട്ടുകാരുടെയും തിരക്കാണിവിടെ. വർഷത്തിലൊരിക്കൽ മാത്രം വിരിയുന്ന ഈ നീലവസന്തം കാണാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. കണ്ണൻ്റെ ശരീരവർണ്ണത്തോട് ഉപമിക്കുന്നതിനാലാണ് ഭക്തിഗാനങ്ങളിലും കവിതകളിലും കായാമ്പൂവിന് ഇത്രയേറെ പ്രശസ്തി ലഭിച്ചത്. കായാമ്പൂ കണ്ണിൽ വിരിയും എന്ന ഗാനത്തിലൂടെ വയലാർ സൗന്ദര്യ പ്രതീകമാക്കി തീർത്ത ഈ പൂവിന് നാട്ടിൻപുറങ്ങളിൽ കാശാവ് എന്നും വിളിപ്പേരുണ്ട്. അയേൺ വുഡ് ട്രീ എന്നാണ് ഇതിനെ പറയുക. അതായത് മഴുവേൽക്കാതെ അത്രയും കാഠിന്യമേറിയ കാലിക്കോലിന് ഉപയോഗിക്കുന്ന വളരെ നേർത്ത ഈ കോല് പാരമ്പര്യത്തിൻ്റെ ഇടനാടൻ ചെങ്കൽക്കുന്നുകളിൽ കന്നുകാലികളെ മേയിച്ച് നടന്ന കാലിക്കൂട്ടങ്ങളെ മേയിച്ച് നടന്ന കാലിയാന്മാരുടെ കയ്യിൽ കാലിക്കോല് കാണും. ആ കാലിക്കോല് കായാമ്പൂവിൻ്റേതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല തേനിൽ ചേർത്ത് കഴിക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ വേര് തേനിൽ ചേർത്ത് കഴിക്കുകയും ചെയ്യുന്ന ചികിത്സാ രീതികളൊക്കെയുണ്ട്. അപ്പോൾ സാഹിത്യത്തിൽ മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതത്തിലും സംസ്കാരത്തിലും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന, അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണനെയൊക്കെ തന്നെ കായാമ്പൂ വർണ്ണന ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. പച്ചപ്പാർന്ന കുന്നിൻ ചെരുവിൽ പെട്ടെന്നൊരു നാൾ നീലപ്പട്ടുടുത്തതുപോലെ ഈ ചെടികൾ കൂട്ടത്തോടെ പൂത്തു നിൽക്കുന്നത് വശ്യമനോഹരമായ ഒരു കാഴ്ചയാണ്. ഇളം നീലയും കടും നീലയും കലർന്ന പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനുമായി പ്രകൃതി സ്നേഹികളുടെ തിരക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഏച്ചിലാം വയലിൽ അനുഭവപ്പെടുന്നത്. പശ്ചിമഘട്ട മലനിരകളിലും കുന്നിൻ പ്രദേശങ്ങളിലും കല്ലും പാറയും നിറഞ്ഞ ഇടങ്ങളിലാണ് കാശാവ് ചെടികൾ പൊതുവെ വളരുന്നത്. വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇവ പൂവിടുന്നത്. ഏതാനും ആഴ്ചകൾ മാത്രമാണ് ഇവ പൂത്തുലഞ്ഞു നിൽക്കാറുള്ളത്.
തരിശുഭൂമികളും കുന്നുകളും വൻതോതിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏച്ചിലാം വയലിലെ ഈ കായാമ്പു വസന്തം പ്രകൃതി കാത്തുവയ്ക്കുന്ന അപൂർവമായൊരു വിരുന്നാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാലവർഷം എത്താറായതോടെ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പും ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. കൃത്യമായ മുൻകരുതലുകളും ശ്രദ്ധയുമുണ്ടായാൽ ഭൂരിഭാഗം രോഗങ്ങളിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മഴക്കാലം എത്തുന്നതോടെ രോഗങ്ങളും കൂടെയെത്തും. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുകയാണ്. പരിസര ശുചീകരണമാണ് മുഖ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നുണ്ട്. എങ്കിലും വ്യക്തിശുദ്ധിയും പരിസരശുദ്ധിയും പ്രധാനമാണ്. എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് പ്രധാന രോഗങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന ഡെങ്കിപ്പനി അതുപോലെ തന്നെ എലിപ്പനി, ഇതിനെ രണ്ടിനും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗം രോഗം വന്ന് ചികിത്സിക്കലല്ല. വന്ന് ചികിത്സിക്കുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്, പ്രതിരോധം തന്നെയാണ്. ഈഡീസ് എന്ന കൊതുകില്ല എങ്കിൽ ഡെങ്കിപ്പനി വരില്ല. ഈഡീസ് കൊതുകിനെ ഇല്ലാതാക്കണമെങ്കിൽ ഉറവിട നശീകരണം മാത്രമേ ശീലമാക്കേണ്ടതുള്ളൂ. ഉറവിട നശീകരണം എന്ന് പറയുന്നത് നമ്മുടെ വീടും പരിസരവും മണ്ണിലല്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളക്കെട്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്രതിരോധ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഡെങ്കിപ്പനിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. ഇനിയും ആലസ്യം ഉണ്ടാകരുത്. നമ്മുടെ വീടും പരിസരത്തുള്ള ടെറസ്, അതുപോലെ തന്നെ വീട്ടിൻ്റെ ചുറ്റുമുള്ള ഫ്ലവർ ബേസുകൾ, അതുപോലെ തന്നെ വിറകിന് പൊതിയാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ, ഇതെല്ലാം ഒന്ന് കുടഞ്ഞു വിരിച്ചും അതിലത്തെ ഉറവിടങ്ങളെ, വെള്ളക്കെട്ടുകളെ ഒന്ന് മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഡെങ്കിപ്പനിയെ ഇല്ലാതാക്കാൻ തന്നെ സാധിക്കും. കൊതുകില്ലെങ്കിൽ ഡെങ്കിപ്പനി ഇല്ല എന്നതാണ് വസ്തുത. മാലിന്യം നിറഞ്ഞ തോടുകളും വെള്ളക്കെട്ടുകളും സാംക്രമിക രോഗങ്ങളുടെ ഉറവിടങ്ങളാണ്. കഴിഞ്ഞ മഴക്കാലങ്ങളിൽ നിരവധി രോഗങ്ങൾ പടർന്നു പിടിച്ചിരുന്നു. മലിനജലം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിച്ചാൽ പല രോഗങ്ങളെയും പടികടത്താനാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരളത്തിലെ ക്ഷേത്രകലകളെ സംരക്ഷിക്കുന്നതിൽ കാവുകൾ വഹിക്കുന്ന പങ്ക് മാതൃകാപരമെന്ന് എം വിജിൻ MLA. പൂരക്കളിയും മറത്തുകളിയും പോലുള്ള കലകൾ നാടിന്റെ കൂട്ടായ്മ നിലനിർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പൂരക്കളി കലാ അസോസിയേഷൻ കണ്ണപുരം മേഖലാ കമ്മിറ്റി ഇരണാവിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനവും പൂരക്കളി മറത്തുകളി പ്രദർശനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പൂരക്കളി രംഗത്ത് അവാർഡുകൾ നേടിയ കലാകാരന്മാരെ അനുമോദിക്കുന്നതിനായി കേരള പൂരക്കളി കലാ അസോസിയേഷൻ കണ്ണപുരം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ഇരണാവ് ശ്രീ കൂർമ്പ ക്ഷേത്ര പരിസരത്ത് എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പൂരമായെന്നാണ്, പൂരം കൂടി കഴിഞ്ഞിട്ടാണ് അനുമോദന സദസ്സ് ഈ സ്റ്റേജിന്റെ പിറകിൽ അന്ന് നടന്നത്. പൂരക്കളിയെ എപ്പോഴും നമ്മുടെ നാട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാവുകളിൽ അത് പ്രത്യേക പ്രാധാന്യത്തോടു കൂടി തന്നെ അത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് കൂടുതൽ ജനകീയമായി നേരത്തെ മാഷ് പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാ തലങ്ങളെയും കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് പൂരക്കളിയും മറത്തുകളിയും ഒക്കെ നമ്മുടെ പ്രദേശത്ത് സജീവമാകട്ടെ. അതിന് കേരള പൂരക്കളി കലാ അസോസിയേഷനൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഡോക്ടർ ഇ ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. പുരുഷോത്തമൻ പണിക്കർത്താവും, രാഘവൻ പി ഇരണാവ്, കൃഷ്ണൻ കെ മാട്ടൂൽ, രാജൻ പി കണ്ണപുരം, രാഘവൻ പി ഇരണാവ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മനോജ് KV, അഡ്വക്കേറ്റ് ഷൈജു CP, കെ കൃഷ്ണൻ, ജനാർദ്ദനൻ, KM ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വയലപ്രാണീക്കര പൂമാല ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘം, മാട്ടൂൽ ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘം എന്നിവരുടെ പ്രദർശന പൂരക്കളി അരങ്ങേറി. പാണപ്പുഴ പത്മനാഭൻ പണിക്കർ, കൊയോങ്കര ഭാസ്കരൻ പണിക്കർ എന്നിവരുടെ മറത്തുകളി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഉത്തര മലബാറിലെ പൂരക്കാലം കഴിഞ്ഞിട്ടും പല ക്ഷേത്രങ്ങളിലും കാവുകളിലും ഈ ദിവസം വരെ സജീവമായിരുന്നു മറത്തുകളി. ഇടവപ്പാതി വന്നെത്തുന്നതോടെ ഒരു മറത്തുകളിക്കാലം കൂടി അരങ്ങൊഴിയുകയാണ്. വടക്കേ മലബാറുകാരുടെ രക്തത്തിൽ അലിഞ്ഞതാണ് പൂരക്കളിയോടും മറത്തുകളിയോടുമുള്ള ഭ്രമം. പൂരക്കാലം കഴിഞ്ഞിട്ടും പലയിടത്തും മറത്തുകളി നടക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. മറത്തുകളി നയിക്കുന്നത് രണ്ടു ക്ഷേത്രങ്ങളിലെ പണിക്കന്മാരായതുകൊണ്ട് അവർ തമ്മിലുള്ള അഭിവാദനമാണ് ആദ്യത്തെ ഇനം. മുൻകളിയിൽ മറത്തുകളി നടക്കുന്ന ക്ഷേത്രത്തിലെ പണിക്കർ പദ്യം അവതരിപ്പിച്ചുകൊണ്ട് വാച്യാർത്ഥ സദസ്സിന് തുടക്കം കുറിക്കുന്നു. തുടർന്ന് പിൻകളിയിൽ മറുപക്ഷത്തെ പണിക്കരും അഭിവാദന ശ്ലോകം ചൊല്ലുന്നു. തുടർന്ന് ശ്ലോകങ്ങൾ ചൊല്ലി വ്യാഖ്യാനിക്കുകയും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഭൂമിയിലേക്ക് വന്ന് പ്രായശ്ചിത്തം ചെയ്തതിനു ശേഷം വീണ്ടും പോയി സ്വർഗത്തിലാണോ എന്നതിലാണ് സംശയം.
സ്വർഗത്തിലാണ് എന്ന് പൂർണ്ണമായിട്ട് പറയാമെങ്കിൽ സ്വർലോകേശനായ ഇന്ദ്രനും മുകളിലാണ് ആര് ഈ പറയുന്ന ത്രിമൂർത്തികളുള്ളത്, ഈ പരാശക്തി ഉള്ളത്. അപ്പോൾ അവരും സ്വർഗവാസികളാണോ അല്ലെങ്കിൽ കൈലാസ സ്വർഗത്തിലാണോ? ഇതൊക്കെ പലതരത്തിൽ പല പുരാണങ്ങളിൽ പല രീതിയിൽ പറയുന്നതാണ്. വാദപ്രതിവാദങ്ങളാണ് കാണികളെ ഹരം കൊള്ളിക്കുന്നത്. മറുത്തുകളിയിൽ സംസ്കൃത ശ്ലോകങ്ങളും വ്യാകരണാദി ശാസ്ത്രങ്ങളും ചൊല്ലി വ്യാഖ്യാനിക്കാൻ ഏറെ പാണ്ഡിത്യം ആവശ്യമുണ്ട്. പഴയകാല മറുത്തുകളിയിൽ സംസ്കൃത ഭാഷയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല എന്നും കരുതപ്പെടുന്നു. ഏതായാലും വടക്കേ മലബാറിന്റെ മനസ്സിൽ ഏറെ സ്വാധീനമുള്ള ഒന്നാണ് മറുത്തുകളി. ഇടവപ്പാതി എത്തുന്നതോടെ ഒരു മറുത്തുകളിക്കാലം കൂടി അരങ്ങൊഴിയുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. റംബൂട്ടാൻ വിളവെടുപ്പ് കാലം സജീവമായതോടെ വഴിയോരങ്ങളിൽ റംബൂട്ടാൻ കച്ചവടം പൊടിപൊടിക്കുന്നു. നാട്ടിൻപുറങ്ങളിലെയും നഗരങ്ങളിലെയും പ്രധാന റോഡരികുകളിലെല്ലാം ചുവന്നു തൊടുത്ത റംബൂട്ടാൻ പഴങ്ങൾ നിരത്തിവെച്ചിരിക്കുന്ന കാഴ്ചയാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വഴിയോരങ്ങളിൽ റംബൂട്ടാൻ മധുരം. റംബൂട്ടാൻ വിളവെടുപ്പ് ആരംഭിച്ചതോടെ വഴിയോരങ്ങളിൽ റംബൂട്ടാൻ വിൽക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. തെക്കൻ ജില്ലകളിൽ നിന്നാണ് റംബൂട്ടാൻ ഇവിടേക്ക് എത്തുന്നത്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ റംബൂട്ടാൻ വ്യാപകമായി തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഇരുമ്പും കോപ്പറും അടങ്ങിയ റംബൂട്ടാൻ എല്ലുകളുടെ ആരോഗ്യത്തിനും രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുത്താനും റംബൂട്ടാൻ നല്ലതാണ്. ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്യുവാനും ഇതിന് കഴിയും. കാലാവസ്ഥാ വ്യതിയാനം റംബൂട്ടാൻ പിടിക്കുന്നതിനും പഴമായി മാറുന്നതിനും തടസ്സമായി നിൽക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തിരുവനന്തപുരത്ത് സമാപിച്ച SPC സംസ്ഥാന സഹവാസ ക്യാമ്പിൽ മികച്ച ജില്ലയ്ക്കുള്ള ട്രോഫി നേടിയ SPC കാസർഗോഡ് ടീം അംഗങ്ങൾക്ക് ജില്ലാ അതിർത്തിയിൽ സ്വീകരണം നൽകി. ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയിൽ കാലിക്കടവ് ടൗണിൽ നിന്നും ചന്ദേര പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്വീകരിച്ചാനയിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജില്ലയിൽ നടത്തിയ പ്രവർത്തന മികവ് പരിഗണിച്ചാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്ക് അംഗീകാരം ലഭിച്ചത്. ഈ അവധിക്കാലത്ത് ജില്ലാതല സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത് കാസർഗോഡ് ജില്ല മാത്രമായിരുന്നു. സംസ്ഥാന ക്യാമ്പിലെ അംഗങ്ങളായി പങ്കെടുത്ത കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള കേഡറ്റുകളുടെ അച്ചടക്കം ഉൾപ്പെടെ പരിഗണിച്ചാണ് സംസ്ഥാനത്തെ മികച്ച ടീമിനുള്ള ട്രോഫി ലഭിച്ചത്. ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി, അഡീഷണൽ പോലീസ് മേധാവി CM ദേവദാസ് എന്നിവരുടെ മാർഗനിർദ്ദേശത്തിൽ പ്രവർത്തനം നടത്തിയ SPC കാസർഗോഡ് ജില്ലാ ടീമിന് സംസ്ഥാന ക്യാമ്പിൽ മികച്ച ജില്ലയ്ക്കുള്ള അംഗീകാരം തുടർച്ചയായി ഇത് രണ്ടാം തവണയാണ് ലഭിക്കുന്നത്. 47 പേർ ഉൾപ്പെടുന്ന കാസർഗോഡ് ജില്ലാ SPC ടീമിന് ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ, 3 കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ, ജില്ലാ SPC കോർഡിനേറ്റർ, കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്ന 4 ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ, സോഷ്യൽ പോലീസ് കോർഡിനേറ്റർ, പ്രൊജക്ട് അസിസ്റ്റന്റ് ഉൾപ്പെടെ 10 പേരാണ് ക്യാമ്പിനായി ഒരുക്കിയെത്തിച്ചത്. കാസർഗോഡ് ജില്ലയ്ക്ക് ലഭിച്ച ഈ അംഗീകാരം സർവീസിൽ നിന്ന് വിരമിക്കുന്ന SPC ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T തമ്പാന് സമർപ്പിക്കുന്നതായി വിദ്യാർത്ഥികൾ കരഘോഷങ്ങൾക്കിടയിൽ പറഞ്ഞു. ചന്ദേര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നടന്ന അനുമോദന യോഗം ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ടും നോഡൽ ഓഫീസറുമായ CM ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ MV ഷിജു, ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T തമ്പാൻ, സോഷ്യൽ പോലീസിംഗ് ജില്ലാ കോർഡിനേറ്റർ PK രാമകൃഷ്ണൻ, ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ K ശശിധരൻ, SPC ഡ്രിൽ ഇൻസ്പെക്ടർമാരായ പ്രദീപൻ കോതോളി, PK ആനന്ദകൃഷ്ണൻ, K അമൃത, MH അപർണ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ M ധന്യ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ ബാലസഭ കുട്ടികളുടെ കളിക്കൂട്ടം ഫെസ്റ്റിവൽ പരിപാടി സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ബാലസഭ കുട്ടികളുടെ കളിക്കൂട്ടം ഫെസ്റ്റിബ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ വ്യക്തിപരമായിട്ട് പേരല്ല വയ്ക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കുടുംബശ്രീക്ക് കീഴിൽ അല്ലേ അയൽക്കൂട്ടങ്ങൾക്ക് കീഴിലുള്ള ബാലസഭയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ആരിലാണ് സെക്രട്ടറി? ഇന്ന് കൈവയ്ക്ക് ബാലസഭയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് കൈവയ്ക്ക്. ഓക്കെ, ഒരു 3-4 ആൾ നോക്കിയിരുന്നത്. പ്രസിഡന്റ് ആരെല്ലാം? പ്രസിഡന്റ് ഒരു 1-2 ആൾ അങ്ങനെ കൈവയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ ഒരുപക്ഷെ ബാലസഭയുടെ ഭാഗമായി യൂണിറ്റിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. വൈസ് പ്രസിഡന്റ് C രത്നവല്ലി അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ E വസന്ത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV ലേഖ, മെമ്പർ സെക്രട്ടറി സുമേഷ്, ബാലപഞ്ചായത്ത് സെക്രട്ടറി ഗൗരി നന്ദ, പ്രസിഡന്റ് ശ്രീനന്ദ്, ബാലസഭ RP പ്രവീണ തുടങ്ങിയവർ സംസാരിച്ചു.
2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. പാട്ടിലൂടെയും കളികളിലൂടെയും കുട്ടികളുടെ സർഗവാസന വളർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനവും പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ റാലിയും ഉൾപ്പെടെ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. കുടുംബശ്രീ ജില്ലാ മിഷൻ ആർപിമാരായ വിനോദ് സി, ശ്രുതി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിലെ വിദ്യാർത്ഥികൾക്ക് ആദരം. 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ വീടുകളിൽ ചെന്ന് ആദരിച്ചത്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിലെ വിദ്യാർത്ഥികളെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തി ആദരിച്ചു. വാർഡ് മെമ്പർ സുജിത സതീഷ് കുമാർ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV പ്രകാശൻ, AV തമ്പാൻ, KV സതീഷ് കുമാർ, P വിനോദ്, TV ശശി, നദീഷ് TV, VV രാജൻ, ലിനീഷ് P തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. യുവ ചിത്രകാരൻ അക്ഷയ് മണിയറയുടെ ചിത്രപ്രദർശനം മെയ് 28 മുതൽ 31 വരെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വച്ച് നടക്കും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 28 മുതൽ 31 വരെ പയ്യന്നൂർ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ യുവചിത്രകാരനായ അക്ഷയ്യുടെ ചിത്രപ്രദർശനം നടക്കും. വ്യാഴാഴ്ച രാവിലെ 10:30 പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യും. അക്ഷയ് NVയുടെ 25ഓളം ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും പ്രദർശനമാണ് നടത്തുന്നത്. ആട്, വയനാടിന്റെ ഓർമ്മകൾ, എരിയുന്ന മനസ്സിലെ സ്നേഹമുള്ള ഓർമ്മകൾ, കടൽ ജീവികൾ പിടയുന്നു, ഹോർമോസിന്റെ വേദനകൾ, സ്നേഹപ്പൂവ്, നിലാവിലെ പ്രണയിനി തുടങ്ങി വ്യത്യസ്തമായ വാട്ടർ കളർ പെയിന്റിംഗ് ചിത്രപ്രദർശനങ്ങളാണ് ഒരുക്കുന്നത്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഡിപ്ലോമ കരസ്ഥമാക്കിയ അക്ഷയ് NV ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ചിത്രപ്രദർശനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആർട്ടിസ്റ്റ് രവീന്ദ്രൻ, അഞ്ജന നീലാംബരി, അക്ഷയ് NV എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം കൊടക്കാട് ശ്രീ പണയക്കാട്ട് ഭഗവതി സ്ഥാനത്ത് കലശ മഹോത്സവത്തിന് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കൊടക്കാട് ശ്രീ പണയക്കാട്ട് ഭഗവതി സ്ഥാനത്ത് കലശ മഹോത്സവത്തിനെത്തുന്നവർക്ക് അന്നദാനം ഒരുക്കുന്നതിനായി വിഭവങ്ങളുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും കലവറ ഘോഷയാത്ര നടന്നു. കൊടക്കാട് പാലക്കീഴിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം, മുറക്കാട് നമ്പിവീട് ശൂലാപ്പിൽ ഭഗവതി ക്ഷേത്രം, കളത്തേര ഭണ്ഡാര പരിസരം എന്നിവിടങ്ങളിൽ നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിച്ചത്. 100 കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായി. ക്ഷേത്ര കലവറയും പ്രാസാദവും ചുറ്റുമതിലും ഭക്ഷണശാലയും ഉൾപ്പെടെ നവീകരണം പൂർത്തീകരിച്ച ശേഷം സമ്പൂർണ്ണ നവീകരണ ബ്രഹ്മകലശ മഹോത്സവമാണ് 5 പതിറ്റാണ്ടിനു ശേഷം നടന്നുവരുന്നത്. മെയ് 27 രാവിലെ താന്ത്രിക കർമ്മങ്ങൾ നടക്കും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P നിധിൻ രാജ് IPS വിശിഷ്ടാതിഥിയാകും. സാഹിത്യകാരൻ PV ഷാജികുമാർ സാംസ്കാരിക പ്രഭാഷണം നടത്തും. രാത്രി നാടകം അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം മെയിൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കവുങ്ങിൻ തൈ വിതരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം മെയിൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമുകിൻ തൈ വിതരണം സംഘടിപ്പിച്ചു. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിനു കീഴിൽ ICAR ATARI ബാംഗ്ലൂരുമായി ചേർന്ന് കേരള കാർഷിക സർവകലാശാല കൾട്ടിക്കൾച്ചർ അഗ്രികൾച്ചർ പ്രൊജക്ടിന്റെ ഭാഗമായാണ് കമുകിൻ തൈകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ തുടർച്ചയായി വീണ്ടും ആ രംഗത്തേക്ക് ക്ഷേത്ര കമ്മിറ്റി പോകുന്നു എന്ന് പറയുന്നതും അതിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അതിന് ചുവട് പിടിച്ചിപ്പോൾ കേരള കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും കഴുങ്ങിൻ തൈ വിതരണം ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സംസ്കാരത്തിലും വിശ്വാസ ജീവിതത്തിലും ക്ഷേത്രങ്ങൾക്കും കാവുകൾക്കുമെല്ലാം ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കീനേരി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീവത്സൻ J മേനോൻ പദ്ധതി വിശദീകരിച്ചു. TV നാരായണൻ, ഗംഗാധരൻ വെളിച്ചപ്പാടൻ,
എന്നിവർ തൈകൾ വിതരണം ചെയ്തു. കൃഷി ഓഫീസർ അനുഷ എ, വിജയൻ മാസ്റ്റർ, ഷൈജു പുതിയപുരിയിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.